ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. കോഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ടോപ്പിക്സുകളും ചെറിയ ചെറിയ വീഡിയോ ആയി ഞാൻ നിങ്ങളെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിനകത്ത് കോഓപ്പറേഷൻ എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അതിന്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്, ലൈവ് ക്ലാസ് ആയിട്ട്. അത് നമുക്ക് എക്കണോമിക് സിസ്റ്റംസ് ആണ്. കോഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അഥവാ കോഓപ്പറേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില സിസ്റ്റംസ് അതിനെ സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ആ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട 3 സിസ്റ്റംസ് ആണ് എക്കണോമിക് സിസ്റ്റം എന്ന് ഞാനിവിടെ പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേര് ക്യാപിറ്റലിസം, രണ്ടാമത്തെ സിസ്റ്റത്തെ വിളിക്കുന്ന പേര് സോഷ്യലിസം, മൂന്നാമത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്മ്യൂണിസം. അപ്പൊ കോഓപ്പറേഷന്റെ ഡെവലപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ക്യാപിറ്റലിസം ആണ്. അപ്പൊ എന്താണ് ഈ ക്യാപിറ്റലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ക്യാപിറ്റലിസം ഈസ് ദ ഓൾഡസ്റ്റ് സിസ്റ്റം. വളരെ പഴക്കം ചെന്ന ഒരു സിസ്റ്റമാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഇതാണ് എക്കണോമിക് സിസ്റ്റത്തിൽ നമുക്ക് ആദ്യമുണ്ടായ സിസ്റ്റം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് capitalism means the entire means of production and distribution of goods and services vested in the hands of private individuals. ഇവിടെ നമ്മൾ ക്യാപിറ്റലിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മീൻസ് ഉണ്ടോ അതെല്ലാം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കൈകളിലാണ് അക്യൂമുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സിസ്റ്റത്തെ വിളിക്കുന്ന പേര് ക്യാപിറ്റലിസം എന്നാണ്. ദാറ്റ് മീൻസ് വെൽത്ത് ഈസ് അക്യൂമുലേറ്റഡ് ടു ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലേക്ക് വെൽത്ത് അക്യൂമുലേറ്റ് ചെയ്യുന്ന സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേര് ക്യാപിറ്റലിസം എന്നാണ്. സോ ഇറ്റ് ബിലീവ്സ് ഇൻ ദ തിയറി ഓഫ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആരാണോ വളരെയേറെ പ്രയത്നിക്കുന്നത് അതോടൊപ്പം തന്നെ വർക്ക് ചെയ്യുന്ന ആരാണോ അവരിലേക്ക് തന്നെ ബെനിഫിറ്റുകൾ പോകുന്നു. അപ്പൊ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നു. അപ്പൊ അവിടെ ക്യാപിറ്റലിസം എന്ന് പറയുമ്പം ഒരു കൂട്ടം ആൾക്കാരുടെ കയ്യിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നു, റിസോഴ്സസ് അക്യൂമുലേറ്റ് ചെയ്യുന്നുള്ള ആ സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേര് ക്യാപിറ്റലിസം എന്നാണ്. ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ക്യാപിറ്റലിസം സിംപ്ലി മീൻസ് the entire wealth is accumulated in a private hands or a few hands. വളരെ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിൽ വെൽത്ത് അക്യൂമുലേറ്റ് ചെയ്യുന്ന സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേര് ക്യാപിറ്റലിസം എന്നാണ്. ഈ ക്യാപിറ്റലിസം നമ്മളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്താൽ നമുക്കറിയാം അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് പ്രോഫിറ്റ് മോട്ടീവാണ്. ക്യാപിറ്റലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രോഫിറ്റ് മോട്ടീവാണ്. ഇതിനകത്ത് ഗവൺമെന്റിന്റെ ഇന്റർഫറൻസ് വളരെ മിനിമം ഇന്റർഫറൻസ് ഓഫ് ദ ഗവൺമെന്റ്. അതുപോലെ തന്നെ ഇവിടെ എന്താ പൂവർ ആൻഡ് റിച്ച് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഈ ക്യാപിറ്റലിസത്തിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മാൻ, മനുഷ്യനെ തന്നെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ പ്രോഫിറ്റ് മോട്ടീവാണ്. ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുപോലെ തന്നെ ക്ലാസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ദ റിച്ച് ആൻഡ് പൂവർ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ മനുഷ്യനാൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സംവിധാനമാണ്. ഇവിടെ പ്രോക്സി എന്ന് പറയുന്ന അലൗഡ് ആണ്. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഇൻ എ ഫ്യൂ ഹാൻഡ്സ്, വളരെ ചുരുങ്ങിയ ആൾക്കാരുടെ കയ്യിലേക്ക് വെൽത്ത് അക്യൂമുലേറ്റ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് കട്ട്റോട്ട് കോമ്പറ്റീഷൻ ആണ്. അനാരോഗ്യപരമായിട്ടുള്ള കട്ട്റോട്ടായിട്ടുള്ള കോമ്പറ്റീഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. അതോടൊപ്പം തന്നെ ഇംപേഴ്സണൽ റിലേഷൻഷിപ്പിന് ഇവിടെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, അല്ലെ. അതോടൊപ്പം തന്നെ മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ക്യാപിറ്റലിസത്തിന്റെ ദൂഷ്യഫലങ്ങൾ എന്ന് പറയുന്നത്. ക്യാപിറ്റലിസത്തിൽ മൊണോപ്പൊളിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രോഫിറ്റ് മോട്ടീവാണ്. അപ്പൊ ഈ പേഴ്സണൽ റിലേഷൻഷിപ്പിനൊന്നും യാതൊരു പ്രാധാന്യമില്ലാതെ ശരിക്കും പ്രോഫിറ്റ് മോട്ടീവായിട്ട് എക്സ്പ്ലോയിറ്റേഷൻ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേര് ക്യാപിറ്റലിസം എന്നാണ്. അങ്ങനെ വെൽത്ത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലേക്ക് അക്യൂമുലേറ്റ് ചെയ്യുന്ന സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേര് ക്യാപിറ്റലിസം എന്നാണ്. ഇനി രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് സോഷ്യലിസമാണ്. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഫിനോമിനയാണ്. എന്താണ് സോഷ്യലിസം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, in socialism all means of production and distribution of goods and services is owned by the state ownership ആണ്. ഇവിടെ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ എല്ലാ മീൻസ് ഓഫ് ഇൻകവും സ്റ്റേറ്റിന്റെ കയ്യിലേക്ക് അക്യൂമുലേറ്റ് ചെയ്യുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേര് സോഷ്യലിസം എന്നാണ്. ദാറ്റ് മീൻസ് പ്രൈസ് മെക്കാനിസം ഈസ് എസെൻഷ്യൽ ഫീച്ചർ ഓഫ് സോഷ്യലിസം. ഇവിടെ നമുക്ക് പ്രൈസ് മെക്കാനിസം ഉണ്ട്. അപ്പൊ പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു എസെൻഷ്യൽ ഫീച്ചറാണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചർ ആണെങ്കിൽ പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത് സോഷ്യലിസത്തിന്റെയാണ്. അത് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്.
അപ്പൊ എന്താ പ്രത്യേകത എന്ന് മനസ്സിലായല്ലോ. സോഷ്യലിസത്തില് എൻഡയർ വെൽത്ത് അക്യൂമുലേറ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിലാണ്. അങ്ങനെ സ്റ്റേറ്റിൽ അക്യൂമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇത് നമ്മൾ വിളിക്കുന്ന പേര് സോഷ്യലിസം എന്നാണ്. ഇതാണ് സോഷ്യലിസം. അതിന്റെ പ്രത്യേകത എന്താ? അതിനൊരു സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഉണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ റെമഡി ഫോർ എക്കണോമിക് ഡെവിൽ. എന്തെങ്കിലും എക്കണോമിക് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ആയിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുണ്ട്. സ്റ്റേറ്റ് ആണ് ഇതിന്റെ സുപ്രീം എന്ന് പറയുന്നത്. മാത്രവുമല്ല സർപ്ലസ് ഗോസ് ടു ദി സ്റ്റേറ്റ്. എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ആരുടെ കയ്യിലേക്ക് അക്യൂമുലേറ്റ് ചെയ്യും? സ്റ്റേറ്റിന്റെ കയ്യിലേക്കാണ്. അപ്പൊ അതാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ ഫീച്ചേഴ്സ് ഒന്നുകൂടെ പറയാം. ഒരു സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഉണ്ട്. അതുപോലെ അതോടൊപ്പം തന്നെ എക്കണോമിക് ഡെവലിനെ കൈകാര്യം ചെയ്യാൻ പൊളിറ്റിക്കൽ റെമഡി ഉണ്ട്. നമുക്കിവിടെ സ്റ്റേറ്റ് ആണ് സുപ്രീം എന്ന് പറയുന്നത്. സർപ്ലസ് ഗോസ് ടു ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. സ്റ്റേറ്റിലേക്കാണ് സർപ്ലസ് പോകുന്നത്. ഇതാണ് സോഷ്യലിസം എന്ന് പറയുന്ന രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സിസ്റ്റം നമുക്കറിയാം. മൂന്നാമത്തെ സിസ്റ്റം എന്ന് പറയുന്ന കമ്മ്യൂണിസമാണ്. കമ്മ്യൂണിസം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കമ്മ്യൂണിസം ഈസ് ആൻ എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യലിസം. ഈ സോഷ്യലിസത്തിന്റെ എക്സ്ട്രീം ഫോമിനെ വിളിക്കുന്ന പേര് കമ്മ്യൂണിസം എന്നാണ്. കമ്മ്യൂണിസം ബിലീവ്സ് ഇൻ അറ്റൈനിങ് ദ എയിം ബൈ റെവല്യൂഷണറി മീൻസ്. വിപ്ലവത്തിലൂടെയാണ് മീൻസ് എല്ലാം അക്യൂമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ബേസിക് പ്രിൻസിപ്പിൾസിന്റെ ബേസിലാണ് ഈ കമ്മ്യൂണിസം നിൽക്കുന്നത്. മാത്രവുമല്ല കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മിയർ ആൻ ഐഡിയോളജി ദാൻ എ പ്രാക്ടിക്കൽ സിസ്റ്റം. കമ്മ്യൂണിസം ഐഡിയോളജിയാണ്. അതിന് പ്രാക്ടിക്കൽ സിസ്റ്റം എന്ന് പറയുന്നതല്ല എന്റെ പ്രാധാന്യം. ഐഡിയോളജിയാണ്. അപ്പൊ അങ്ങനെ ഐഡിയോളജി വിശ്വസിച്ചുകൊണ്ട് റെവല്യൂഷണറി മീൻസ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി കമ്മ്യൂണിസം ബിലീവ് ചെയ്യുന്ന സംവിധാനം നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങളൊക്കെ നിങ്ങളറിയാം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848 കാറൽ മാക്സും എംഗൽസും എഴുതിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസം ഡെവലപ്പ് ചെയ്തതെന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റലിസം, സോഷ്യലിസം, അതുപോലെ തന്നെ കമ്മ്യൂണിസം, ഈ മൂന്ന് സിസ്റ്റംസ് ആണെന്ന് പ്രിവെയിൽ ചെയ്യുന്നത്. അത് കോഓപ്പറേഷന്റെ ഡെവലപ്മെന്റുമായിട്ട് ചില ബന്ധങ്ങളുള്ളത് കൊണ്ടാണ് നമുക്ക് കോഓപ്പറേഷൻ അത് വളരെ പ്രാധാന്യമായിട്ട് വരുന്നത്. അപ്പൊ ഈ മൂന്ന് സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എന്റെ വീഡിയോ വീണ്ടും വീണ്ടും ഞാൻ അതിനകത്തേക്ക് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ എന്റെ നമ്മളെ കോഓപ്പറേഷൻ സബ്ജക്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വളരെ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് വളരെ വേഗം തന്നെ പ്രസന്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്.